പലരും പറയുന്നൊരു ബുദ്ധിമുട്ടാണ് കക്ഷത്തിലെ ദുർഗന്ധം. അതുമൂലം ആളുകളുടെ ഇടയിൽ പോകാനൊരു ബുദ്ധിമുട്ട്, അതായത് ഒരു കംഫർട്ടബിൾ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ സരിസ കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. ഈ ഒരു ദുർഗന്ധം മൂലം നമ്മൾ മറ്റൊരുവരുടെ ഇടയിലോട്ടേക്ക് പോവാതിരിക്കുക. ഇതുകൊണ്ട് നമുക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുക. അതിൻ്റെ ഒരു ആവശ്യം ഇനിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും നമ്മൾ ശരീരത്തിലുണ്ടാവുന്ന ദുർഗന്ധം വരുന്നത് സ്വെറ്റ് കൊണ്ടാണെന്നായിരിക്കും ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. സ്വെറ്റ് ഓർഡർലെസ് ആണ്. സ്വെറ്റിലുണ്ടാവുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റി ആസിഡും ബ്രേക്ക് ഡൗൺ ചെയ്യും ആര്? ബാക്ടീരിയാസ്. ആ ബാക്ടീരിയ ആണ് സ്റ്റെഫിലോകോക്കസും അതുപോലെ തന്നെ കോണി ബാക്ടീരിയം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് നമുക്ക് ഈ ദുർഗന്ധം വരുന്നത്. അതായത് ഈ ബാക്ടീരിയാസ് കൊണ്ട്, ബാക്ടീരിയ ആണ് ഈ സ്വെറ്റിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റി ആസിഡും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിലാണ് നമുക്ക് കൂടുതലായിട്ട് ദുർഗന്ധം വരുന്നത്. നമ്മൾ അണ്ടർ ആംസിലെ അപ്പോക്രൈൻ ഗ്ലാൻഡ് ആണ് തിക്കർ ആയിട്ടുള്ള സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് മോർ പ്രോട്ടീൻസും ഉണ്ട്, ലിപ്പിഡ്സും ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയാസ് കൂടുന്ന സമയത്ത് ബാക്ടീരിയ എന്തുണ്ടാവും? കൂടുതലായിട്ട് ഈ പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതുമൂലമാണ് കൂടുതലായിട്ട് ദുർഗന്ധം വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ബാക്ടീരിയാസ് ഈ ഒരു രീതിയിൽ, അതായത് മോറായിട്ട് പ്രോട്ടീൻസും അതുപോലത്തെ ലിപ്പിഡ്സ് ഒക്കെ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നെന്ന് വെച്ചാൽ ഡയറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദുർഗന്ധം ഉണ്ടാകുന്നത്? കൂടുതലായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്ന സമയത്ത്, പുറത്തുനിന്നുള്ള ഫ്രൈഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത്, ചിക്കനൊക്കെ ഓവറായിട്ട് കഴിക്കുമ്പോൾ, റെഡ് മീറ്റ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതലായിട്ട് ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തേതാണ് ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ട്. പ്രത്യേകിച്ച് പ്യൂബർട്ടി സമയത്ത്, മെനോപോസിൻ്റെ ടൈമിൽ, അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ ഈ ഒരു രീതിയിലുള്ള ഓർഡർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഹൈജീൻ ഹാബിറ്റ്സ് എന്ന് പറയും. നേരെ വാഷ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ, നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെ വീണ്ടും ഇടുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഓൾറെഡി ഉള്ള വേർപ്പും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആ ഡ്രസ്സ് ഇടുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ ബാക്ടീരിയാസ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഈ ഒരു രീതിയിൽ കൂടുതൽ ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്. അത് ചില ആൾക്കാർ നോൺ ബ്രെത്തബിൾ, അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു ദുർഗന്ധം വരുന്നതെന്നുള്ള കാര്യം. ഇനി ദുർഗന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. ഒന്ന് ആപ്പിൾ സൈഡർ വിനേഗർ. അതിൽ ധാരാളം ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ബാക്ടീരിയനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്പം ആപ്പിൾ സൈഡർ വിനേഗർ എടുക്കുക, കോട്ടൺ എടുക്കുക, അതിലോട്ടേക്ക് ആപ്പിൾ സൈഡർ അല്പം ഒഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അണ്ടർ ആംസിലോട്ട് ജസ്റ്റ് ഒന്ന് ഒരു വൈപ്പ് കൊടുക്കുക. ഇത് നമ്മൾ എപ്പോഴും കുളിച്ച് കഴിഞ്ഞ ശേഷം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് 2 നേരം, മോർണിംഗും ഈവനിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്പം ദുർഗന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതെന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ് ആണ്. അതായത് നമ്മൾ ചെറുനാരങ്ങ എടുക്കുക, കുളിക്കുന്നതിന് 2-3 മിനിറ്റ് ജസ്റ്റ് ചെറുനാരങ്ങ കൊണ്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ. അത് 2-3 മിനിറ്റ്സ് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെമൺ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ബാക്ടീരിയാസ് ഒഴിവാക്കാനും, അതായത് ഈ ഒരു രീതി ചെയ്യുന്ന സമയത്ത് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് കുറച്ചും കൂടി നമ്മൾ ആ ഒരു അണ്ടർ ആംസിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്ടീരിയാസിനെ നശിപ്പിക്കാനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നതെന്നുള്ള കാര്യം. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ ഒരുപാട് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വേർപ്പ് കൂടി അതുമൂലമാണ് ദുർഗന്ധം വരുന്നതെന്നുള്ള രീതിയിലായിരിക്കും ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരിക്കലല്ല. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് വേർപ്പ് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നോൺ വെജും ചിക്കനൊക്കെ നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ഒരു 2-3 ടൈംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റെഡ് മീറ്റും ചിക്കനൊക്കെ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക, അതായത് നോൺ വെജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈജീനിക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇടുങ്ങി ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കോട്ടൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻസി ടൈമിലും മെനോപോസിൻ്റെ ടൈമിലൊക്കെ പ്യൂബർട്ടി ടൈമിലൊക്കെ ധാരാളം സ്ട്രെസ് ഉള്ള സമയത്തൊക്കെ ഈ കോർട്ടിസോൾ ഹോർമോൺ കൊണ്ട് ചില ആൾക്കാർക്കൊക്കെ ഈ ഓർഡറിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ ബാക്ടീരിയ ഗ്രോത്ത് നമുക്ക് അവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ, ഹോം റെമഡീസ് ഉണ്ട് ഞാൻ പറഞ്ഞ്, അതൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ദുർഗന്ധം കൊണ്ട് ആരും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ടെൻഷനായിട്ടോ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ഇല്ലാതെയൊന്നും ആരും നിൽക്കേണ്ട ആവശ്യമില്ല.
ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ സരിത കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.